എഡിജോനോടുള്ള മൂന്നാമത്തെ സിനിമയാണ് ജോ ആൻഡ് ജോ 18+, പിന്നെ റൊമാൻസ്. അപ്പോൾ ഈ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് എഡിജനെ നല്ല പരിചയമുണ്ട്. അല്ലാതെ ക്രൂവും എല്ലാവരും നല്ല പരിചയമുണ്ട്. ഗോവിന്ദേട്ടൻ്റെ കൂടെ, അഖിലേട്ടൻ്റെ കൂടെ, എഡിറ്റർ ചമൻ, പിന്നെ ഷാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചിൽ ടൈം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്ന. ശരിക്കും അറിഞ്ഞില്ല ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമയാണ്. ട്രെയിലർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്നുള്ളൊരു മൂഡൊക്കെ ആ ട്രെയിലറിലുണ്ട്. ഡയറക്ടർ പറഞ്ഞ പോലെ അതും അതിനെ കുറച്ചും കൂടെ എക്സ്പെക്റ്റ് ചെയ്ത് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കുറേ കോമഡിയും ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് പറ എന്താണ് ഇഷ്ടമായത്. താങ്ക് യു. സോ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇതിൽ കുറച്ച് അധികം ആക്ഷൻ ഒക്കെ ഉണ്ടെന്ന്. ആദ്യമായിട്ടാണോ മാത്യു ആക്ഷൻ ചെയ്യുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? പാടുപെട്ടോ? കുറച്ച് പാടുപെട്ടോ. എനിക്ക് തോന്നുന്നത് 8 ഡേയ്സോളം ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വേർത്തു. പക്ഷെ എന്നാലും ആ ഒരു റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ? ശരിക്കും മാത്യുവിന് ഒരു ഫുൾ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ലുക്കൊക്കെ മാറി, ആള് കുറച്ചും കൂടി ഗ്ലാമർ ആയി, കോൺഫിഡൻ്റ് ആയി. ഇപ്പോൾ മാത്യുവിൻ്റെ ഫോട്ടോസിൻ്റെ ഒക്കെ അടിയിലുള്ള കമൻറ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ വിജയ്, ജൂനിയർ പൃഥ്വിരാജ് എന്നൊക്കെയാണ്. എന്താണ് ഈ റൊമാൻസ് ടീം നൽകിയ ഒരു കംഫർട്ടും കോൺഫിഡൻസും ആണോ ഈ ഒരു ഗ്ലോപ്പിന്റെ പിന്നിൽ? അല്ല, ആക്ച്വലി പടത്തില് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഈ ഓൾമോസ്റ്റ് പടത്തിന് വേണ്ടി ഈ ലുക്ക്. അപ്പോൾ ഡയറക്ടറും നമ്മുടെ മേക്കപ്പ് ചെയ്ത റോണക് ചേട്ടനും സെറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചു. ഇഷ്ടമായി, പിന്നെ ഞാൻ മാറ്റാൻ പോയില്ല അതൊക്കെ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് മാത്യു. സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി ഈ ഒരു സിനിമയിലെ മറ്റൊരു താരത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ ഒരു നടനോട്. ദ വെരി ടാലന്റഡ്, ദ വെരി versatile actor അർജുൻ അശോകൻ. അർജുൻ ചേട്ടാ, സ്വാഗതം. എന്താണ് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? സിനിമയെ പറ്റി ഹലോ, ADJ പടമാണ്, പൊളിപ്പടമാണ്. എനിക്ക് ജോ ആൻഡ് ജോ കണ്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായ ഒരു ഡയറക്ടറായിരുന്നു ADJ. ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു ഇവരായിട്ടൊന്ന് ചെന്നൈ മാറാൻ. അപ്പം ഞാൻ ADJ കുറച്ച് ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ കണ്ടാൽ മനസ്സിലാവും മാത്യു ADJ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്. ലൊക്കേഷനിൽ ഞാനിവിടെ അങ്ങനെയൊന്നും വിളിക്കില്ല, അങ്ങനെയൊന്നും പറയുന്നത് ഡയറക്ടറാണ്, ഇത് എൻ്റെ ചേട്ടനാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലായി ഈ പടത്തിൻ്റെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും. അപ്പം അങ്ങനെയാണ് പതുക്കെ ഈ ടീമിലേക്ക് ബ്ലെൻഡ് ആയത്. അപ്പോൾ ഈ പടം സ്പെഷ്യലാണ് തീർച്ചയായിട്ടും. കാരണം ചെയ്ത് വെച്ചേക്കുന്നത് ഓഡിയൻസ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളെല്ലാ ആർട്ടിസ്റ്റുകളും, ടെക്നീഷ്യൻസും, ക്രൂവും മൊത്തം. അപ്പം അത് പൊളിയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ബാക്കി വാലന്റൈൻസ് ഡേ കാണാം. സോ നമുക്ക് സിനിമയെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു പാട്ടും പിന്നെ ഇപ്പോൾ ഇതാ ട്രെയിലറുമാണ് കിട്ടിയിട്ടുള്ളത്. ആ പാട്ടിൽ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടൻ്റെ ഫസ്റ്റ് ഫുൾ ഓൺ ഡാൻസ് പെർഫോമൻസ് അല്ലേ? 10 മിനിറ്റ് പോലും തന്നില്ല പഠിക്കാൻ. എങ്ങനെയുണ്ടായിരുന്നു? ഫണ്ണായിരുന്നോ ആ ഒരു ഡാൻസ് സീക്വൻസ്? പിന്നെ എൻജോയ് ചെയ്ത്. എനിക്ക് ഡാൻസ് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതുവരെയായിട്ട് ഒരു പടത്തിലും ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ സൂട്ടും കോട്ടൊക്കെ ഇടുന്നതും ഡാൻസൊക്കെ കളിക്കുന്നതും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഇനി ഈ ഒരു സോങ്ങിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അടിപൊളിയായി ഡാൻസ് കളിച്ച വേറൊരാളെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം അമൽ ഡേവിസ്, സംഗീത് പ്രതാപ്. എന്തോ ഹലോ, അയ്യോ ഭയങ്കര സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ. കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞങ്ങളിവിടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായി. ഞാനും ശ്യാമൊക്കെ, പ്രേമലു ആയിരുന്നു അത്. ആ സിനിമ അന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ അത് ഏതൊരു ലെവലിലേക്ക് പോകുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ശരിക്കുള്ള പേരെല്ലാവരും വിളിക്കുന്നത് അമൽ ഡേവിസ് എന്നാണ്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വേറെ ആര് മറന്നാലും